ഇനി നമ്മുടെ ഒരു ചെറിയൊരു ഫാമുണ്ട്, അവിടോട്ടാണ്. കുറച്ച് ആടുണ്ട്, കോഴി, താറാവൊക്കെ ഉണ്ട്. ഇത് ഞങ്ങളുടെ ആട്ടിൻകൂടാണ്. 2 ആടുണ്ട്. മലബാറി ഇനത്തിൽപ്പെട്ട 2 ആടാണ്. ഇത് കട്ടപ്പനയിലുള്ള സോജൻ ഗോട്ട് ഫാം, അവർ മലബാറി മാത്രം ചെയ്യുന്ന ഒരു വലിയ ഗോട്ട് ഫാമാണ്. അവിടെ നിന്ന് നമ്മൾ ഇതിനെ വാങ്ങിയത്. നല്ല ഇണക്കമുള്ള ആട്. നമ്മളിതിനെ അഴിച്ചു വിട്ടിരിക്കുകയാണ്. ഇതിനെ ഇടാറില്ല. കൂട്ടിൽ കയറുമ്പോൾ മാത്രം അടച്ചിടും, അല്ലെങ്കിൽ അഴിച്ചു വിട്ടിരിക്കുകയാണ്. രണ്ടും പെണ്ണാണ്. ഇതാണ് കിങ്ങിണി, ഈ ബ്ലാക്ക്. കുറേ നാളും കൊണ്ട് ആടിനെ വാങ്ങണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറേ വീഡിയോസൊക്കെ കണ്ടു. അപ്പം ഏത് ആടിനെ വാങ്ങണം എന്ന് ഒരുപാട് ബ്രീഡ് ഉള്ളത് കൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ഫൈനലി മലബാറിയിലേക്ക് വന്നത്. നല്ല ഇണക്കമുള്ള ആടാണ്. ഇതൊക്കെയാണ് ഞങ്ങളുടെ ആടിൻ്റെ വിശേഷങ്ങൾ. പിന്നെ ഇതൊരു കോഴിക്കോടാണ്. ഇത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇതൊരു വയലായിരുന്നു. അപ്പം ഇവിടെ നല്ല മഴ പെയ്താൽ വെള്ളം കയറാനുള്ള സാധ്യതയാണ്. അതുകൊണ്ട് കോഴിക്കോട് കുറച്ച് ഉയർത്തിയാണ് കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇൻ കേസ് വെള്ളം വന്നാൽ അതൊരു ബുദ്ധിമുട്ടാവില്ല. അതുകൊണ്ട് കോഴിക്കോട് ഞങ്ങൾ കുറച്ച് ഉയർത്തിയാണ് അത് ചെയ്തിരിക്കുന്നത്. കുറച്ച് കോഴിയുണ്ട്, 10-25 കോഴിയുണ്ട്. എല്ലാം നാടൻ ഇനത്തിൽപ്പെട്ട കോഴികളാണ്. അപ്പോൾ ഇതോടെ താഴെ എല്ലാം മണ്ണാണ്. അപ്പം അതിന് മേപ്പോട്ട് മഴ പെയ്താൽ കയറിയിരിക്കാൻ കൂട് കുറച്ച് ഉയർത്തി, ഒരു 1 മീറ്ററോളം ഉയർത്തിയാണ് കൂട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വെള്ളം വന്നിട്ടില്ല. ഒരു തവണ മാത്രമേ അങ്ങനെ വെള്ളം കയറിയിട്ടുള്ളൂ. അങ്ങനെ എന്നാലും ഒരു പ്രിക്കോഷൻ എടുത്ത് ചെയ്ത കൂടാണിത്. ഇടയ്ക്ക് വല്ലപ്പോഴുമൊക്കെ അഴിച്ചു വിടും. കുറച്ച് കൃഷിയൊക്കെ ഉണ്ട്, അത് നശിപ്പിക്കും. അതുകൊണ്ട് അങ്ങനെ അഴിച്ചു വിടാറില്ല. ഇടയ്ക്കൊക്കെ അഴിച്ചു വിടും. ഞങ്ങളുടെ താറാവിൻ്റെ കൂടാണ്. കുറച്ച് താറാവുണ്ട്, 10-30 താറാവുണ്ട്. എല്ലാം കൂടുതലും കുട്ടനാടൻ താറാവുകളാണ്. പിന്നെ മണിത്താറാവുണ്ട്, വിഗോവയുണ്ട്. നമുക്കിവിടെ വെള്ളം ഇഷ്ടം പോലെ ഉണ്ട്. ഇത് ഞങ്ങൾ കൃഷി ചെയ്തിരിക്കുന്നത് വയലായിരുന്നതുകൊണ്ട് പണയെടുത്താണ് കൃഷി ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഓരോ പണയ്ക്ക് ഇടയിലും പാത്തിയുണ്ട്. പാത്തിയിലെല്ലാം എപ്പോഴും സുലഭമായ വെള്ളമുണ്ട്. ഞങ്ങൾക്ക് 2 സൈഡും തോടാണ്. വെള്ളം ഇഷ്ടം പോലെ ഉണ്ട് ഞങ്ങൾക്ക്. അതുകൊണ്ട് താറാവിനെ വളർത്താൻ വളരെ അനുയോജ്യമാണ്. അതുപോലെ തന്നെ താറാവിന് നാച്ചുറൽ ഫുഡും ഒരുപാട് കിട്ടും. എന്തൊക്കെ നാച്ചുറൽ ഫുഡ് കിട്ടിയെന്ന് പറഞ്ഞാലും ഇതിൻ്റെ കോസ്റ്റ് നമുക്ക് പലപ്പോഴും ഈ ഫുഡിൻ്റെ കോസ്റ്റ് താങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് പൂവൻ താറാവിനെയൊക്കെ ഇപ്പോൾ ഒരുപാട് കുറച്ച്, കൂടുതലും പെടയാണ്. പിന്നെ ഇതൊക്കെ ഒരു മനസ്സിന് വലിയ സന്തോഷം നൽകുന്ന സംഭവങ്ങളാണ്. ഞങ്ങൾ താറാവിനെ കുറച്ച് അട വെച്ചായിരുന്നു. കോഴിയുടെ കീഴിലാണ് അട വെച്ചത്. 9 എണ്ണം വെച്ചായിരുന്നു, 8 എണ്ണം വിരിഞ്ഞു.
അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.